IPLിൻ്റെ പ്ലേ ഓഫ് ബർത്തിനായുള്ള പോരാട്ടം മുറുകുകയാണ്. ഒരു ടീമും ഇനിയും പ്ലേ ഓഫിലേക്ക് ടിക്കറ്റ് എടുത്തിട്ടില്ല എന്നതാണ് ശ്രദ്ധേയമായ കാര്യം. ടൂർണമെൻറ്റിൽ മാറ്റുരയ്ക്കുന്ന 10 ടീമുകളിൽ 9 പേർക്ക് ഇനിയും പ്ലേ ഓഫ് സാധ്യത നിലനിൽക്കുകയാണ്. പ്ലേ ഓഫ് പ്രതീക്ഷ പൂർണ്ണമായി അസ്തമിച്ച ടീം 5 തവണ ചാമ്പ്യന്മാരായ മുംബൈ ഇന്ത്യൻസ് മാത്രമാണ്. ബാക്കിയുള്ള 3 കളികൾ ജയിച്ചാലും മുംബൈ അവസാന 4-ൽ ഇടം പിടിക്കില്ല. ഗ്രൂപ്പ് ഘട്ടത്തിലെ 54 മത്സരങ്ങൾ ഇതിനകം പൂർത്തിയായി കഴിഞ്ഞു. ഇനി ബാക്കിയുള്ളത് വെറും 16 മത്സരങ്ങൾ മാത്രമാണ്. ഇവയുടെ ഫലങ്ങളായിരിക്കും ആദ്യത്തെ 4 സ്ഥാനങ്ങളിൽ ഫിനിഷ് ചെയ്ത് പ്ലേ ഓഫിലെത്തുന്ന ടീമുകളെ തീരുമാനിക്കുക. പ്ലേ ഓഫ് ബർത്തിനായി പോരടിക്കുന്ന 9 ടീമുകളുടെയും സാധ്യതയെക്കുറിച്ച് നോക്കാം. പോയിന്റ് പട്ടികയെടുത്താൽ 2 ടീമുകളൊഴികെ ബാക്കി എല്ലാവരും 11 മത്സരങ്ങൾ വീതം കളിച്ചു കഴിഞ്ഞു. 16 പോയിന്റോടെ 2 തവണ ജേതാക്കളായ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സാണ് തലപ്പത്തുള്ളത്. ഇതേ പോയിന്റോടെ രാജസ്ഥാൻ റോയൽസ് 2ാം സ്ഥാനത്തു നിൽക്കുന്നു. 12 പോയിന്റ് വീതമുള്ള ചെന്നൈ സൂപ്പർ കിങ്സ്, സൺറൈസേഴ്സ് ഹൈദരാബാദ്, ലക്നൗ സൂപ്പർ ജയൻസ് എന്നിവരാണ് 3 മുതൽ 5 വരെ സ്ഥാനങ്ങളിൽ. ഡൽഹി ക്യാപിറ്റൽസ് 8 പോയിന്റ്, റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരു 8 പോയിന്റ്, പഞ്ചാബ് കിങ്സ് 8 പോയിന്റ്, ഗുജറാത്ത് ടൈറ്റൻസ് 8, മുംബൈ ഇന്ത്യൻസ് 6 പോയിന്റ് എന്നിവരാണ് തുടർന്നുള്ളത്. ഈ സീസണിൽ ഏറ്റവും മികച്ച പ്രകടനം നടത്തിക്കൊണ്ടിരിക്കുന്ന 2 ടീമുകളായ KKRഉം രാജസ്ഥാൻ റോയൽസും പ്ലേ ഓഫിലേക്ക് ഒരു ചുവട് വെച്ചു കഴിഞ്ഞു. ഒരു മത്സരം മാത്രം ജയിച്ചാൽ 2 പേർക്കും പ്ലേ ഓഫിലെത്താം. റോയൽസിന് 4ഉം KKRന് 3 മത്സരങ്ങളാണ് ശേഷിക്കുന്നത്. നിലവിലെ ചാമ്പ്യന്മാരായ ചെന്നൈക്ക് ശേഷിച്ച 3 മത്സരങ്ങളിൽ 2 എണ്ണമെങ്കിലും ജയിച്ചാൽ പ്ലേ ഓഫ് കളിക്കാം. ഹൈദരാബാദും പ്ലേ ഓഫിന് അരികിൽ നിൽക്കുകയാണ്. 4 മത്സരങ്ങളാണ് ഓറഞ്ച് ആർമിക്ക് ശേഷിച്ചത്. ഇതിൽ 2 എണ്ണം ജയിച്ചാൽ അവർക്ക് പ്ലേ ഓഫ് ഏറെക്കുറെ ഉറപ്പാണ്. എന്നാൽ പോയിന്റ് പട്ടികയിൽ അതിനുശേഷമുള്ള ടീമുകളുടെ പ്ലേ ഓഫ് സാധ്യതകൾ അത്ര എളുപ്പമല്ല. മോശം നെറ്റ് റൺ റേറ്റ് അവർക്ക് തിരിച്ചടിയാണ്. അതുകൊണ്ട് തന്നെ ഇനിയുള്ള 3 മത്സരങ്ങളിൽ 2 എണ്ണം മികച്ച മാർജിനിൽ ജയിക്കാനായാൽ LSGക്ക് പ്ലേ ഓഫ് പ്രതീക്ഷയുണ്ട്. അടുത്ത 3ഉം ജയിച്ചാൽ LSG ഉറപ്പായും പ്ലേ ഓഫിനുണ്ടാവും. DCക്കും ശേഷിച്ച 3 മത്സരങ്ങളിൽ 2 എണ്ണമെങ്കിലും ജയിക്കണം. അതോടൊപ്പം മറ്റു മത്സരഫലങ്ങളെയും ആശ്രയിക്കേണ്ടി വരും. RCBയുടെ കാര്യമെടുത്താൽ അവസാന സ്ഥാനത്ത് നിന്നും ഹാട്രിക് ജയത്തോടെ അവർ 7ാം സ്ഥാനത്തേക്ക് കയറുകയായിരുന്നു. ശേഷിച്ച 3 കളിയും മികച്ച മാർജിനിൽ RCBക്ക് ജയിച്ചേ തീരൂ. അതോടൊപ്പം മറ്റു മത്സരഫലങ്ങളും അനുകൂലമായി വന്നാൽ പ്ലേ ഓഫിൽ കടക്കാം. RCBയുടെ ഏറെക്കുറെ സമാന സാഹചര്യമാണ് പഞ്ചാബിനുമുള്ളത്. അടുത്ത 3 കളിയിലും വലിയ മാർജിനിൽ അവർക്ക് ജയിക്കണം. കൂടാതെ മറ്റു മത്സരങ്ങളും അനുകൂലമായി വരേണ്ടതുണ്ട്. GTക്കും ശേഷിച്ച 3 മത്സരങ്ങൾ ഡു ഓർ ഡൈ ആണ്. വലിയ മാർജിനിൽ ഇവയിൽ GTക്ക് ജയിച്ചേ തീരൂ. കൂടാതെ മറ്റു മത്സരങ്ങളുടെ ഫലം കൂടി അനുകൂലമാകണം.